കെട്ടിട നിർമ്മാണ ജോലിക്കിടെയുണ്ടായ അപകടം വരുത്തിവെച്ച ദുരിതക്കയത്തിലാണ് തിരുവനന്തപുരം വെള്ളറട സ്വദേശി സുരേഷ്. 4 വർഷമായി അരയ്ക്ക് താഴെ തളർന്നു കിടപ്പാണ്. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തിയാൽ ആരോഗ്യം വീണ്ടെടുക്കാം. അതിനായുള്ള കാത്തിരിപ്പിലാണ് 3 അംഗ കുടുംബം. 2021 മെയ് 23-നാണ് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകിടം മറിച്ച അപകടം. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് ജോലിക്കിടെ 2ാം നിലയിൽ നിന്നും കാൽവഴുതി വീണു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയെങ്കിലും അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെടുത്തിയായിരുന്നു വിധി. അപ്പോൾ വെള്ളൂരിലെ ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ തുക നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തി സർജറി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സർജറി വൈകുന്തോറും സക്സസ് ആവാൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്ന തുക കണ്ടെത്തി സർജറി ചെയ്താൽ 80% സക്സസ് ആവും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും സർജറി ചെയ്യാൻ അവർ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് വർഷങ്ങളായി ആ കിടപ്പ് തുടരുകയാണ്. ശസ്ത്രക്രിയ നടത്തിയാൽ ചലനശേഷി വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല. സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഭവനത്തിൽ വന്ന് കഴിയുന്നത്. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഫണ്ട് കിട്ടി സർജറി നടത്താനുള്ള ഇത് കിട്ടുന്നു. അത്രയും പെട്ടെന്ന് എനിക്ക് സർജറിക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്നത് ആവുന്നത് നിങ്ങളുള്ളത് എൻ്റെ എനിക്ക് തന്ന് എത്രയും പെട്ടെന്നൊന്ന് അടിയന്തരമായി തന്ന് സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. അടിയന്തരമായി ശസ്ത്രക്രിയ നടത്താൻ 30 ലക്ഷത്തോളമാണ് ചെലവ്. 4.5 സെന്റ് വസ്തുവിൽ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ ഈ കെട്ടിടമാണ് സുരേഷ് കുമാറിന്റെ ഏക സമ്പാദ്യം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.